വേട്ടക്കാരവരുടെ കയ്യുകൾ വെട്ടും ഞാൻ. കൽമഴ ഓങ്ങി മല തീണ്ടിയ ശുദ്ധം ചെയ്തവർ തലയില്ലാതൊഴുകണമാറ്റിൽ മരമൊക്കെ അരിഞ്ഞവരെന്നുടെ കുലമൊക്കെ മുടിച്ചവരവരുടെ കുടൽമാലകൾ കൊണ്ട് ജഗത്തിൽ നിറമാലകൾ തൂക്കും ഞാൻ. ഇത് കടമ്മനിട്ടയുടെ കിരാതവൃത്തം എന്ന് പറയുന്ന ഒരു പോയത്തിലെ ഭാഗമാണ്. ഈ കാണുന്നത് എഴുതിയതൊന്നുമല്ല, ചിന്നർ വൈൽഡ് ലൈഫ് സാങ്ച്വറിയിൽ ട്രക്കിങ്ങിന് പോകാനുള്ള ഫോം പൂരിപ്പിക്കുന്നതാണ്. എന്തായാലും വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു കടുകിടു. ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഇപ്പോൾ ഈ കാണുന്ന വഴിയിലൂടെ ഇങ്ങനെ നടന്നു വന്ന് ഇവർ വരുന്ന പോലെ വന്ന് ഇപ്പം കയറി നിൽക്കുന്നത് ഫോറസ്റ്റിൻ്റെ വാച്ച് ടവറിൻ്റെ മുകളിലാണ് കേട്ടോ. നമ്മൾ ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലെ ട്രക്കിങ്ങിന് വേണ്ടി വന്നതാണ്. ഇവിടെ നിന്നുള്ള വ്യൂ എന്ത് ഭംഗിയാണല്ലേ. നിങ്ങൾക്കും ട്രക്കിംഗ് എടുക്കാതെ തന്നെ ഈ വാച്ച് ടവറിൻ്റെ മുകളിൽ കയറാം കേട്ടോ. ചെക്ക് പോസ്റ്റിൽ നിന്ന് 100 രൂപയുടെ ടിക്കറ്റ് എടുത്താൽ നിങ്ങൾക്കും ഇവിടെ വന്ന് കയറി ഇതൊക്കെ കാണാവുന്നതാണ്. എന്ത് ഭംഗിയാണല്ലേ ദൂരത്തെ വണ്ടിയൊക്കെ പോകുന്നത് കാണാൻ. ചിന്നാർ ഉദുമൽപേട്ട് സൈഡിലെയും ചിന്നാർ മറയൂർ സൈഡിലെയും വിദൂരമായിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള ഒരു വ്യൂ തന്നെയാണ് കേട്ടോ ഇവിടെ നിന്ന് കാണാൻ പറ്റുക. ആ മഞ്ഞ് മൂടി കിടക്കുന്ന മല കണ്ടോ, ഇത് നമ്മൾ കഴിഞ്ഞ വ്ളോഗിൽ കാണിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇതാണ് പാമ്പാടും മല. അത് വേറൊരു വ്യൂ ആയിരുന്നു അന്നുണ്ടായിരുന്നത്, പാറ മാത്രമായിട്ട്. ഇന്നിത് കോടമഞ്ഞൊക്കെ മൂടിയിട്ട് വളരെ മനോഹരമായിട്ടുള്ളൊരു ഭംഗി കേട്ടോ. ഞാൻ അന്ന് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് വേറൊരു വ്യൂ കാണിച്ചു തന്നിരിക്കുകയാണ് ഇപ്പോൾ. എന്തായാലും ഇവിടെ നിന്ന് 360ൽ ഈ വ്യൂ മുഴുവൻ കാണാൻ വളരെ രസമാണ്. ഇപ്പുറത്ത് കാണുന്നതാണ് പഴനിമല. അതിൻ്റെ അപ്പുറത്ത് മൂന്നാർ മലനിരകളും പുറകിലായിട്ട് കൊടൈക്കനാൽ മലനിരകളും നമുക്ക് ഇവിടെ നിന്ന് കാണാം. ഫോറസ്റ്റിൻ്റെ ഒരു വാച്ച് ടവറും നമുക്ക് വളരെ ദൂരത്തു നിന്ന് തന്നെ ഇവിടുന്ന് കാണാം. നമ്മളിറങ്ങിയ സമയത്ത് നമ്മുടെ പുറകിൽ വന്നിരുന്നവരാണ് ഇപ്പോൾ ഇതിൻ്റെ മുകളിൽ കയറി നിന്ന് നമ്മൾ നേരത്തെ വാച്ച് ചെയ്ത പോലെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നാട്ടിലെ ഓണത്തിന് പോലും കണി കാണാൻ കിട്ടാത്ത തുമ്പ ഇപ്പോൾ ചിന്നാറിലാണുള്ളത്. ഇത് അരിപ്രാവാണ് കേട്ടോ. ഈ ഇരിക്കുന്നത് നമ്മുടെ നാട്ടിൽ വേലിത്തത്ത എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഒരു സംഗതിയാണ്. പച്ചക്കളറിൽ വളരെ സ്പീഡൊക്കെ ആയിട്ട്. ഇത് മുനിയ എന്ന് പറയും, അതല്ലെങ്കിൽ ഈ അങ്ങാടിക്കുരുവി എന്നും പറയും ചിലയിടത്ത്. അതാണ് ഈ സംഗതി. അതിൽ നമുക്ക് നല്ല ഭാഗ്യമുണ്ട്, നമ്മുടെ ഗൈഡായിട്ടുള്ള ബിജു ചേട്ടനാണ് ഇവനെ കണ്ടുപിടിച്ചത്. വളരെ ലക്കി ആയിട്ട് നമുക്ക് ഇദ്ദേഹത്തെ കിട്ടിയിരിക്കുകയാണ് കേട്ടോ. ആരാണെന്നല്ലേ, ചിന്നാറിനെ ചിന്നാറാക്കുന്ന, ചിന്നാറിൽ സംരക്ഷിക്കപ്പെടുന്ന ഒരു സംഗതിയാണിത്. നക്ഷത്ര ആമ അഥവാ സ്റ്റാർ ടർട്ടിൽ. നമ്മൾ പോകുന്ന വഴിയിൽ തന്നെ ഇവനെ നമുക്ക് സൈറ്റിങ് കിട്ടുമായിരുന്നു കേട്ടോ. ഇതുപോലെ മറ്റൊരു സംഗതിയാണ് ഇവിടുത്തെ ചാമ്പൽ മലയാളം. ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് അവനും കിട്ടും. എന്തായാലും ഇവനെ കിട്ടിയതുകൊണ്ട് നമ്മൾ വളരെ സന്തോഷത്തിലാണ്. ആള് പക്ഷേ വളരെ വാശിയിലാണ്, നമുക്ക് പിടി തരുന്നില്ല. അവൻ പുറത്തേക്ക് വരുന്നില്ല കേട്ടോ, ഉള്ളിൽ കയറിയിരിക്കുകയാണ്. ഉദ്ദേശം ഒരു 10-15 മിനിറ്റെങ്കിലും ഇവൻ ഇങ്ങനെ തന്നെ ഇരുന്നുണ്ടാവും. നമ്മളും ഇവൻ പുറത്തേക്ക് വരുന്ന നോക്കി വെയിറ്റിങ്ങിൽ തന്നെയാണ്. പേര് പോലെ തന്നെ ഇവൻ്റെ പുറത്തുള്ള ഈ സ്റ്റാർ ഡിസൈനാണ് കേട്ടോ ഇവനെ സ്റ്റാറാക്കി മാറ്റുന്നത്. പഴങ്ങളും പുല്ലും അതുപോലെ തന്നെ പൂവും ഒക്കെയാണ് ആളുടെ സ്ഥിരം മെനു. ഇന്ത്യയിലും ശ്രീലങ്കയിലും ഒക്കെ ആയിട്ട് കാണപ്പെടുന്ന ഇവ വംശനാശ ഭീഷണി നേരിടുന്നതാണ്. അതുപോലെ തന്നെ തനിയെ ജീവിക്കാനാണ് ഇവർക്ക് താല്പര്യം. ഓമനമൃഗമായിട്ട് വളർത്താനും ഇതിൻ്റെ ഇറച്ചിക്ക് ഔഷധ ഗുണമുണ്ടെന്നുള്ള അന്ധവിശ്വാസം കാരണം വൻതോതിൽ ഇതിനെ വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ മൃഗവിപണിയിലൊക്കെ വൻ ഡിമാൻഡുള്ള ഒരു സംഗതിയാണിത്. നമ്മൾ ഇതിനെ സംരക്ഷിത ആനിമലായിട്ട് നിയമം മൂലം പൂർണ്ണമായി സംരക്ഷിക്കാൻ ശ്രമിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. കേരളത്തിൽ നക്ഷത്ര ആമേനെയും ചാമ്പൽ മലയണ്ണാനെയും കാണപ്പെടുന്ന ഒരേ ഒരു സ്ഥലം ഈ ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ച്വറിയാണ്. ഈ നക്ഷത്രാമയ്ക്ക് ഉദ്ദേശം 30 മുതൽ 80 വയസ്സ് വരെ ആയുസ് ഉണ്ടാവുന്നു. പക്ഷേ ഇതിൻ്റെ തൂക്കം ഉദ്ദേശം ഒരു 1.5 കിലോ മുതൽ 2 കിലോ വരെയൊക്കെ എന്നാണ് ഉദ്ദേശ കണക്ക്. നല്ല വാശിയില്ല. ഹണി ബജാറിന് ബന്ധു കണ്ണൂർ നോക്കണ്ട കേട്ടോ. ആ ഉണ്ട്.
ആൾക്ക് പ്രശ്നമാകുന്ന തരത്തിലുള്ള അപകടങ്ങളൊന്നും പുറത്തില്ല എന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ട് തന്നെ ആൾ പുറത്തേക്ക് വന്നിട്ട് എന്താ പറയുക, ഒരു കൊച്ചുകുട്ടി പിച്ച വെച്ച് നടക്കാൻ ശ്രമിക്കുന്ന കൊച്ചുകുട്ടിയുടെ പോലെ ആടി ആടി അത് പതുക്കെ ആ കാട്ടിലേക്ക് കയറിപ്പോയി. നമ്മൾ ഹാപ്പിയായി. ഇതൊന്നും പ്ലാനില്ലാതിരുന്ന എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് ഇത് കാണാൻ ചാൻസ് തന്നത് നമ്മുടെ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറായ ഹരിച്ചേട്ടനാണ് കേട്ടോ. ആൾക്കിപ്പോൾ ഒരു സ്പെഷ്യൽ താങ്ക്സ് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. ആകാശത്ത് 2 പേര് വട്ടമിട്ട് പറക്കുന്നത്. ഇതാണ് ബ്ലാക്ക് കൈറ്റ് അഥവാ ചക്കിപ്പരുന്ത്. ഒരു തരം പ്രാപ്പിഡിയൻ വർഗത്തിൽപ്പെടുന്ന സംഗതിയാണ് കേട്ടത്. സാധാരണ പരുന്തിനാട്ടും വലിപ്പമുണ്ട്. ഇവിടെ ഒരു വാട്ടർ സോഴ്സിന് അടുത്തായിട്ട് കണ്ട ഒരു തുമ്പിയാണ്. എന്ത് ഭംഗിയല്ല കാണാൻ. ഒന്ന് കണ്ടു നോക്കൂ. എന്താണെന്ന് അറിയില്ല കേട്ടോ. ഒരു പുല്ലുമുണ്ടായി പോവാണ്. ഒരു ഏരിയ മൊത്തം ഉണ്ട്. വളരെ മനോഹരം. ഇത് ഈ കള്ളിമുൾച്ചെടിയുടെ പഴമാണ് കേട്ടോ. ദദ് ഓടിച്ചെന്ന് പിടിച്ചാൽ കയ്യിൽ മുള്ളു കയറും. നല്ല രസമുള്ള ഒരു സംഭവമാണ്. കിട്ടാൻ വളരെ റയറാണ്. വല്ലപ്പോഴും കാട്ടിൽ കയറി വരുന്ന നമ്മളും അതെ ഇവിടുത്തെ സ്ഥിര ആൾക്കാരും, അതായത് ഇവിടെ ജീവിക്കുന്ന ജീവികളും ആമയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറയുന്നത്. അവരും നമ്മൾ തമ്മിലൊരു കോമ്പറ്റീഷൻ കഴിഞ്ഞിട്ട് വേണം പറഞ്ഞാൽ നമുക്ക് കിട്ടണമെങ്കിൽ കിട്ടിയ ഭാഗ്യം. അധികം ജലാംശമുള്ള പഴം പഴുക്കുമ്പോൾ അതിനകത്ത് ബ്ലഡ് പോലെയുള്ള അത്ര കറയൊക്കെയുള്ള ഒരു വെള്ളം ആണ് കേട്ടോ ഉണ്ടാവുക. കയ്യിലൊക്കെ നല്ല കറയാണ്. അതുപോലെ തൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിറയെ മുള്ളു കയറാൻ ചാൻസ് ഉണ്ട്. ആ ദൂരെ കാണുന്നത് പാമ്പാറാണ് കേട്ടോ. ഇതതിൻ്റെ ഭാഗമാണ്. കേരളത്തിൽ കിഴക്കോട്ട് പോകുന്ന കബനി ഭവാനി പാമ്പാറിൽ പാമ്പാറാണ്. അതിനടുത്ത് തന്നെ ഒരു മരത്തിൻ്റെ ഒരു കഷ്ണം കിടക്കുന്നുണ്ടായിരുന്നു, കമ്പ്. അതിലുള്ള കൂണിൽ ഡിസൈൻ കണ്ടോ. ചൂണ്ടിട്ടിട്ടിരിക്കാൻ കേട്ടോ ഇവിടുത്തെ ഒരു ചേട്ടൻ. ഇതിനകത്ത് തന്നെയുള്ള ഒരാളാണെന്ന് വിചാരിക്കുന്നു. ആള് കയ്യിൽ തന്നെ വെച്ച് ചൂണ്ട വെറുതെ ഇങ്ങനെ ഇതിൽ വെച്ചിട്ട് എറിഞ്ഞിട്ട് ഒരു വെറൈറ്റി മീൻപിടുത്താണ്. വെയിലൊന്നും ആൾക്കൊരു പ്രശ്നമല്ല. അല്ലെങ്കിൽ തന്നെ എന്ത് വെയിലില്ല. ഇവർക്ക് ഉപജീവനം നടത്താനും അതിജീവിക്കാനൊക്കെ ഇതല്ലാണ്ട് എന്താ മാർഗം. ആള് നമ്മൾ വീഡിയോ എടുക്കണം കണ്ടപ്പോൾ ആള് ഒന്നുകൂടി എടുത്ത് എറിഞ്ഞൊക്കെ കാണിച്ചു തന്നു കേട്ടോ നമുക്ക്. നമ്മുടെ ട്രക്കിങ് ഇൻ്റർവെൽ സമയത്ത് എടുത്താണ് കേട്ടോ. ഇത് പാതി വഴിയിൽ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ നിർത്തിയ പാമ്പാർ ലോഗ് ഹൗസിൻ്റെ അടുത്താണ് ഈ സംഗതി നമ്മൾ കണ്ടത്. ഈ ലോഗ് ഹൗസിൻ്റെ റേറ്റും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ അവിടെ പിൻ ചെയ്തേക്കാം. പഴയ ഏറുമാടാണ് കേട്ടോ. പ്രശ്നമാക്കിയിട്ടാണ് ഈ ഭാഗത്തെ ഇതാണ് പാമ്പാറും അതുപോലെ ചിന്നാർ നദിയും തമ്മിൽ മുട്ടുന്ന സ്ഥലം. ഇവിടെ മുതലുണ്ടെന്നാണ് പറയുന്നത്. ആൾക്കാരിലിങ്ങനെ ഇതിവിടെ കരയ്ക്ക് കയറി കിടക്കുന്നത്. അതുപോലെ നമ്മൾ നേരത്തെ കണ്ട ഏറുമാടം ഉണ്ടല്ലോ, അത് ചാമ്പൽ മലയണ്ണാൻ്റെ സഞ്ചാരപാത ആയതുകൊണ്ട് ഉപേക്ഷിച്ചതാണെന്ന്. നമ്മുടെ വനവകുപ്പൊക്കെ അവർക്കൊക്കെ എന്തുമാത്രം പ്രാതിനിധ്യം കൊടുക്കണേ അല്ലേ. ഭാഗത്തു നിന്നും കാടും ചെരുവൊക്കെ പിന്നിട്ട് നമ്മളിപ്പോൾ ചിന്നാർ നദിയുടെ സൈഡിലൂടെ നടക്കുകയാണ്. ഇവിടുത്തെ ഈ ശബ്ദവും തണുപ്പും അതുപോലെ ശുദ്ധവായുവൊക്കെ ശ്വസിച്ച് കഴിഞ്ഞാൽ എങ്ങനെ ക്ഷീണം വരാനല്ലേ. നമുക്കങ്ങനെ ക്ഷീണമൊന്നും ഉണ്ടായില്ല കേട്ടോ. അതുപോലെ ഈ തണുത്ത ഒരു വെള്ളത്തിൽ മുഖം കഴുകിയ ഏത് ക്ഷീണം പമ്പ കിടക്കും. അത്രയ്ക്ക് തണുത്ത വെള്ളം ഉണ്ടോ, നല്ല തെളിഞ്ഞ വെള്ളമാണ്. വേണമെങ്കിൽ നമുക്കിത് കുടിക്കുക തന്നെ ചെയ്യാം. അത്രയ്ക്കും ക്ലിയറാണ്, നാച്ചുറൽ. ഇവിടെ കണ്ട ഒരു വലിയ മരത്തിൻ്റെ ഇടയിൽ നമ്മുടെ തോമസ് അണ്ണൻ ധ്യാനത്തിലിരിക്കുകയാണ്. ആള് പറയുന്നത് ഇവിടുത്തെ നേച്ചർ അത്രയും സൂപ്പറാണെന്ന്. ആള് ഹിമാലയയിൽ ഇതുപോലെ ഇരുന്നുണ്ട് ഇത്ര. എടുത്ത് കയ്യെ പിടിച്ചിരിക്കുന്ന ആള് കുടിച്ച് വെച്ച കുപ്പിയൊന്നല്ല കേട്ടോ. ഇവിടെ നിന്നും കിട്ടിയ പ്ലാസ്റ്റിക് ആള് പറക്കി കയ്യിൽ പിടിക്കുകയാണ്. അവരുടെ ഒരു ടൂറിസം സംസ്കാരം തന്നെ നമുക്ക് നാണക്കേട് ഉളവാക്കും. കാരണം നമ്മൾ വലിച്ചെറിയുന്ന സാധനമൊക്കെ
അവരിവിടെ വന്ന് അവർ പറക്കി കയ്യെ പിടിച്ച് അത് കൊണ്ടുപോവുകയാണ്, മുകളിൽ കൊണ്ടിടാന്ന് പറഞ്ഞിട്ട്. എന്നെ കൊണ്ട് പറ്റുന്നത് ഞാനും എടുത്തു. ആളിങ്ങനെ ചെയ്യുമ്പോൾ നമ്മളും എന്തെങ്കിലും ചെയ്യണ്ടല്ലേ, ഈ നാണക്കേടല്ലേ. സ്വയം ലജ്ജിച്ചു പോയ നിമിഷം. എന്നാണവ നമ്മുടെ ആൾക്കാർക്കൊക്കെ ബോധോദയം ഉണ്ടാവുക. നമ്മളെ കണ്ടിട്ട് അരുവിക്കരയിൽ ഇരുന്നൊരു ചൂളക്കാക്ക പറന്നുപോയി. പണ്ടെങ്ങാണ്ടോ കണ്ടുമറന്ന ഒരു പോസ്റ്റർ സീനറിയോ അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടറിലെ വാൾപേപ്പറോ അങ്ങനെ എന്തോ അതുപോലൊരു കാഴ്ചയാണ് കേട്ടോ ഇത്. എന്താ പറയുക, മാസ്മരികം, അടിപൊളി എന്നല്ലാണ്ട് എന്താ പറയുക. ചിന്നാർ നദിയുടെ ഇങ്ങനെയുള്ളൊരു വ്യൂ കിടുക്കാച്ചില്ലേ. അപ്പുറത്തെ സൈഡിൽ എവിടേക്കോ നടന്നു പോകുന്ന ആളുകൾ, ഒരുപക്ഷെ വൈകുന്നേരമായിട്ട് ജോലി കഴിഞ്ഞ് വീട്ടിൽ പോകുന്നവരായിരിക്കാം. അവർ ഈ കാടിൻ്റെ മക്കളായിരിക്കാം. ഈ നദിയുടെ ഇങ്ങേക്കര കേരളവും അങ്ങേക്കര തമിഴ്നാടാണ്. പരുന്തിൻ്റെ കൂടാണ് കേട്ടോ അത് കാണുന്നത്. ഈ ഒറ്റക്കാലിലിരുന്ന് തപസ് ചെയ്യുന്നതാണ് ബ്രൗൺ ഫിഷ് ഔൾ അഥവാ മീൻ കൂമൻ. കണ്ടാലൊരു പൂച്ചയുടെ മുഖം പോലെ ഉണ്ടല്ലേ. നമ്മുടെ ശബ്ദം കേട്ടിട്ട് കണ്ണ് തുറന്നിട്ട് ആരുടെ എൻ്റെ ഉറക്കം കളഞ്ഞെന്നുള്ള പോലെ നോക്കുകയാണ്. കൂടെ വേറൊരു എണ്ണ കൂടി ഉണ്ടായിരുന്നു കേട്ടോ ഇതിന്. അങ്ങനെ നമ്മുടെ ഒരു അടിപൊളി ട്രക്കിങ് പൂർത്തിയായി. വൈൽഡ് ലൈഫ് നേച്ചർ ക്യാമ്പിൻ്റെ ഭാഗമായതുകൊണ്ട് ചെറിയൊരു സർട്ടിഫിക്കറ്റ് വിതരണം കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ സർട്ടിഫിക്കറ്റ് എല്ലാം മേടിച്ച് നമ്മൾ തിരിച്ചു പോവാണ്. ഇനി പോകുന്നത് ഉദുമൽപേട്ട റൂട്ടാണ്. അവിടെ വെച്ച് കാട് നമുക്ക് കരുതി വെച്ചിരിക്കുന്ന അവസാനത്തെ കാഴ്ചയും കൂടിയാണ് കേട്ടോ ഇത്. ചിന്നാറിൻ്റെ സമ്മാനം. ഇതുകൂടിയായപ്പോൾ നമ്മുടെ ചിന്നാർ ട്രിപ്പ് തകർത്തു. ഈ വഴിക്ക് നിങ്ങളും വരുന്നുണ്ടെങ്കിൽ, കാട് നിങ്ങൾക്ക് കരുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാഴ്ചകളൊക്കെ നിങ്ങൾക്കും കാണാൻ സാധിക്കും. പക്ഷേ വണ്ടി റേസ് ചെയ്യുക അല്ലെങ്കിൽ വണ്ടി ഓഫ് ചെയ്തിട്ടിട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോയി ഇവരെ കാണാൻ ശ്രമിക്കുക, ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കുക, അങ്ങനെയൊന്നും ചെയ്യരുത്. കാരണം എപ്പോൾ വേണമെങ്കിലും ഇവർ വയലൻ്റ് ആവാം, നിങ്ങളതിനെ ആക്രമിക്കാം, നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റാതിരിക്കാം. അതുകൊണ്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ കാട്ടിൽ ഇറങ്ങി നിൽക്കുക എന്നുള്ളത് ഇവിടെ നിയമവിരുദ്ധമാണ്. ഒരു കാരണവശാലും ചെയ്യാതിരിക്കാൻ തന്നെ ശ്രമിക്കണം. നമ്മളായിട്ട് നിയമങ്ങൾ തെറ്റിക്കാതിരിക്കുക, നിയമങ്ങളെ പാലിക്കാൻ ശ്രമിക്കുക. സംരക്ഷിത വനപാതകളിലുള്ള നിയമങ്ങൾ കാടിൻ്റെയും വന്യജീവികളുടെയും മാത്രമല്ല നമ്മുടെ കൂടി സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണെന്ന് ആലോചിക്കുക. അപ്പോൾ കാടിനെയും വന്യജീവികളെയും പ്രകൃതിയെയും സ്നേഹിക്കുന്ന എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു, ബോറടിപ്പിക്കുന്നില്ല എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ള ആളുകൾക്ക് ഷെയർ ചെയ്യുകയും അവരെ കൊണ്ട് നമ്മുടെ ഫാമിലിയിൽ അംഗമാകാൻ ശ്രമിക്കുകയും നമുക്ക് സപ്പോർട്ട് ചെയ്യാനും ശ്രമിക്കുക. മറ്റൊരു അടിപൊളി വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നവരായിരിക്കും. എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ.